ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ, 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കണം എന്ന് പറയുമ്പോൾ നമ്മളാരും യാചകരല്ല, നമ്മളാരും ഭിക്ഷക്കാരല്ല. ദൈവത്തിന് നമ്മളെല്ലാവരും മക്കളാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ പറയുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കമുള്ള പുത്ര സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ദൈവത്തിന് മക്കളാണ്. എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു യാചകനെ പോലെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ വീടുകളിൽ ഭിക്ഷയെടുക്കാനായിട്ട് വരും. ഭിക്ഷയെടുക്കാൻ വരുമ്പോൾ ആ യാചകൻ ഇഷ്ടമുള്ളതല്ല കിട്ടുന്നത്, ആ യാചകൻ ആഗ്രഹിക്കുന്നതല്ല കിട്ടുന്നത്. യാചകൻ ഒരു പക്ഷെങ്കിൽ ഇറച്ചിയും മീനും ആഗ്രഹിക്കാം, അല്ലെങ്കിൽ സ്വർണം ആഗ്രഹിക്കാം, അല്ലെങ്കിൽ വലിയ സമ്പത്ത് ആഗ്രഹിക്കാം, വലിയ വലിയ നോട്ട് തുട്ടുകൾ ആഗ്രഹിക്കാം. പക്ഷെ ഇതൊന്നുമല്ല യാചകന് കിട്ടുന്നത്. യാചകന് കിട്ടുന്നത് ആ വീട്ടുകാർ എന്ത് മനസ്സോട് കൊടുക്കുന്നു അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ആ യാചകൻ പോകണം, അതിൽ തൃപ്തിപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവം തമ്പുരാനോടെയും യാചിക്കുമ്പോൾ ദൈവം തരുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചൊല്ലു തന്നെയുണ്ട്, വിളമ്പിയത് ഭക്ഷിക്കുക. നമ്മുടെ പാത്രത്തിൽ എന്താണോ വിളമ്പിത്തരുന്നത് അത് ഭക്ഷിക്കണം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവഹിതമാണ് നമ്മൾ നടക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നമ്മളിൽ ഒന്നും നടക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആഹാരം, ദിനംപ്രതിയുള്ള ആഹാരം, മറ്റാവശ്യങ്ങൾ, പാർപ്പിടമായാലും വസ്ത്രമായാലും അതൊക്കെ നമ്മൾ ആവശ്യമുള്ളത് ദൈവത്തിനറിയാം, ദൈവം തരും. അതുകൊണ്ട് ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് യാചിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവഹിതം നമ്മളിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത് യാചിപ്പീൻ, ദൈവഹിതം നമ്മൾ നിറവേറുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് അവിടെ പറയുകയാണ് അന്വേഷിപ്പീൻ. എപ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മൾ എപ്പോഴും അന്വേഷിച്ചിറങ്ങുന്നത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മൂല്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അന്വേഷിച്ചിറങ്ങുന്നത്. അത് കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരതുകയാണ്, അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമാധാനം, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, മാമോദീസായിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രോജ്വലിപ്പ്, ആ നിറവ് നമ്മൾ നഷ്ടപ്പെടുവാണെങ്കിൽ, കുറയുകയാണെങ്കിൽ, അതെവിടോ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അന്വേഷിച്ചിറങ്ങണം. അത് നമ്മൾ അന്വേഷിച്ചെത്തേണ്ടത് ദൈവം മുൻപാകെയാണ്. ഈ ലോകത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ കുറേ സമാധാനം അന്വേഷിച്ചിടാൻ നമുക്ക് കിട്ടുകയില്ല. ആ ദൈവിക സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ നഷ്ടപ്പെട്ട സമാധാനം അന്വേഷിച്ച് പോകേണ്ടത് ദൈവത്തിങ്കിലാണ്, ദൈവസന്നിധിയിലാണ്. ആ ദൈവസന്നിധിയിൽ നമ്മൾ സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവരൊക്കെയും അന്വേഷിച്ച് ചെല്ലുവാൻ കഴിയണം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കൾ, നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ, അവരൊക്കെ അന്വേഷിച്ച് നമ്മൾ ചെല്ലണം. അവരൊക്കെ അവരനെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ചെല്ലണം. അപ്പം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ്, ഈ അന്വേഷണമാണ് ദൈവസന്നിധിയിൽ നമ്മൾ എത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനയായിട്ട് എത്തുന്നതും. അപ്പോഴാണ് നമുക്ക് ദൈവിക സമാധാനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത് അവിടെ പറയുന്നത് അന്വേഷിപ്പീൻ. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം, മാനസിക സമാധാനം, ജീവിതത്തിലെ സമാധാനങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ അത് നമുക്ക് അന്വേഷിച്ച് ചെല്ലേണ്ടത് ദൈവസന്നിധിയിലാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനവും ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ കിട്ടുവാനായിട്ട് നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമത് പറയുകയാണ് മുട്ടുവീൻ. മുട്ടുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഏതെങ്കിലും കാര്യത്തിന്, ഏതെങ്കിലും വീട്ടിൽ പോയി നമ്മൾ മുട്ടി കഴിഞ്ഞാൽ ആ വാതിൽ തുറക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. ആ ഏതെങ്കിലും വീടിൻ്റെ വാതിലിൽ പോയി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് മുട്ടിയാൽ അകത്തുള്ളവരുടെ ആ മനസ്സാണ്, അവർ തിരക്കാണെങ്കിൽ അല്പം വരാൻ താമസിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ആ മുട്ട് കേട്ട ഉടനെ വന്ന് തുറക്കും. ആ അകത്തുള്ളവരുടെ, ഏത് വാതിലിലാണെന്ന് മുട്ടുന്നേ ആ വാതിലിൻ്റെ അകത്തുള്ളവരുടെ ആ ഒരവസ്ഥയാണ്, അവരുടെ ആ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് വാതിൽ തുറന്നു കിട്ടുന്നത്. അപ്പം അതുപോലെ നമ്മൾ മുട്ടിയാൽ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വാതിൽ തുറക്കണമെന്ന് ചടിച്ചാൽ അത് നടക്കുകയില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും വാതിൽ മുട്ടിയാൽ
അകത്തുള്ളവർ വന്ന് തുറക്കുന്നത് വരെ അവരുടെ സമയത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ മുട്ടണം, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മുട്ടണം. എന്നാൽ ആ ആവശ്യങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ പ്രോസ്പെക്റ്റി ഹോസ്പിറ്റലുകാരൊക്കെ പറയുന്ന പോലെ ഇപ്പം കിട്ടും, ഇപ്പം മാറ്റിയേക്കാം രോഗം, ഇപ്പം നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയേക്കാം, ഇപ്പം ജോലി കിട്ടിയേക്കാം എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കാതെ മുട്ടുവീൻ, നിങ്ങൾ കാത്തിരിക്കണം. മുട്ടിയിട്ട് ആ വാതിൽ തുറക്കുന്നവരെ കാത്തിരിക്കണം. അത് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ആ സമയമായിട്ട് നമ്മൾ അനുരഞ്ജനപ്പെടണം. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ആ ജീവിതം മധുരകരമാകുന്നത്. നമുക്കറിയാം, ഗോത്രപിതാക്കന്മാരെല്ലാവർക്കും, അബ്രഹാം, ഇസാക്ക്, അവർക്കൊക്കെ മക്കളെ കിട്ടാൻ ഒരുപാട് താമസിച്ചു. അവർ കാത്തിരുന്നു. അവർ കിട്ടിയപ്പോഴൊക്കെ ഇതാ ആ ചരിത്രത്തിൽ ഇടപെട്ട ആ മക്കളെയാണ് അവർ കിട്ടുന്നത്. അതുപോലെ തന്നെ എലിശബേത്ത്, സക്കറിയ ദമ്പതികൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നു, അവർ കിട്ടുന്നുണ്ട് മക്കളെ. അതുപോലെ ഹന്ന പ്രാർത്ഥിച്ച് കാത്തിരുന്നു, അവർ കിട്ടുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് നമ്മൾ മുട്ടുവീൻ, ആ വാതിൽ തുറക്കുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ: യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. യാചിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ യാചിക്കണം. ദൈവം എന്തും സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെ അന്വേഷിപ്പീൻ, നഷ്ടപ്പെട്ട സമാധാനം, നമ്മുടെ പരിശുദ്ധാത്മാവിൻ നിറവ്, അതൊക്കെയും ദൈവസന്നിധിയിൽ അന്വേഷിക്കുവാൻ കഴിയട്ടെ. മുട്ടുവീൻ, ഇതാ ദൈവത്തിൻ്റെ സമയത്തിനായി മുട്ടിയിട്ട്, വാതിലുകൾ മുട്ടിയിട്ട്, ദൈവവാതിൽ മുട്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാൻ ദൈവത്തിൻ്റെ സമയത്തിനായി, ദൈവത്തിൻ്റെ സമയത്തോട് അനുജനപ്പെടാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.